ഈശോയേ. നമുക്കിരിക്കാം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യർ 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുവാസനച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം. എല്ലാവരും ഒന്ന് അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടി ബെറ്ററായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വാർഷിക ദിനമാണ്. അമ്മ ത്രേസ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന ഒരു ദിവസത്തിന്റെ വാർഷികമാണെന്ന് അച്ഛൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോടത് സൂചിപ്പിച്ചിരുന്നു. അമ്മ ത്രേസ്യ ലോകത്തിൽ ഒരേ ഒരു സഭയെ, കർമ്മലീത്ത സഭ, ലോകത്തിൽ പല സഭകളുണ്ട്, അച്ഛൻ പൂർത്തിയാക്കട്ടെ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സഭ അല്ല, അതായത് ഒരു സ്ത്രീ സ്ഥാപിച്ച പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സഭയാണ് കർമ്മലീത്ത സഭ. കൈയടിച്ച് കർത്താവിന്. അതായത് സാധാരണ രീതിയിൽ പുരുഷന്മാരുടെ കോൺഗ്രിഗേഷനിലൊക്കെ നമ്മുടെ വിശുദ്ധ ഡൊമിനിക്കിന്റെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചത്, ഡൊമിനിക്കൻ സഭ സ്ഥാപിച്ചത് വിശുദ്ധ ഡൊമിനിക്ക. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ബെനഡിക്റ്റൈൻ സഭ സ്ഥാപിച്ചത് വിശുദ്ധ ബെനഡിക്റ്റ. അതുപോലെ അഗസ്റ്റീനിയൻ സഭ സ്ഥാപിച്ചത് വിശുദ്ധ അഗസ്റ്റിനാണ്. അപ്പൊ ഈ പുരുഷന്മാരുടെ സഭകൾ, ഒത്തിരിയേറെ പുരുഷന്മാരുടെ സഭകൾ, അവയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് പുരുഷന്മാരാണ്. അത് മാത്രമല്ല, ഒത്തിരിയേറെ സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചതും പുരുഷന്മാരാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സഭയേ ഉള്ളൂ. അത് നിഷ്പാദുക കർമ്മലീത്ത സഭയാണ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ആ സഭ സ്ഥാപിക്കാൻ അമ്മ ത്രേസ്യ അത് സ്ഥാപിക്കുന്നത് 1568 നവംബർ മാസം 28-ാം തീയതി. അപ്പോൾ ഇന്ന് അതിന്റെ വാർഷിക ദിനമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അമ്മ ത്രേസ്യ ഇത് സ്ഥാപിക്കാനായിട്ടൊരു കാരണമുണ്ടായിരുന്നു. 1559 അമ്മ ത്രേസ്യക്ക് ഒരു ദർശനമുണ്ടായി. അതായത് അമ്മ ത്രേസ്യയുടെ എത്രാമത്തെ വയസ്സിലാണ്? അമ്മ ത്രേസ്യ ജനിക്കുന്നത് 1515. അപ്പോ 1515 ജനിച്ച അമ്മ ത്രേസ്യക്ക് 1559 എന്ന് പറയുമ്പോൾ എത്രാമത്തെ വയസ്സാണ് ചേട്ടാ? 44-ാമത്തെ വയസ്സ് കേട്ടോ. അച്ഛൻ നിങ്ങളോടൊരു രഹസ്യം പറയും. അച്ഛൻ ഇപ്പൊ 44-ാമത്തെ വയസ്സാണ്. നിങ്ങൾ വേറെ ആരോടും പറയരുത്. ഇത് ഒരു വലിയ സീക്രട്ടാണ്. അപ്പോ ഈ 44-ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യക്ക് ഒരു ദർശനമുണ്ടായി. ഈ ദർശനം നല്ലൊരു ദർശനമായിരുന്നു. എന്തിനെ കുറിച്ചായിരുന്നു എന്നറിയാമോ? നരകത്തെ കുറിച്ചുള്ളൊരു ദർശനമായിരുന്നു. നരകത്തിൽ പോയ ആത്മാക്കൾ എപ്രകാരമാണ് പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്ന ഒരു ആത്മീയ ദർശനമുണ്ടായപ്പോൾ ഈ ദർശനം തുടർന്ന് വന്ന 7 വർഷത്തോളം അമ്മ ത്രേസ്യ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ത്രേസ്യ ഈ ദർശനത്തിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് 1562 സ്ത്രീകൾക്ക് വേണ്ടി കർമ്മലീത്ത സഭ നവീകരിക്കുകയും നിഷ്പാദക കർമ്മലീത്ത സഭയുടെ ആദ്യത്തെ മിണ്ടാമഠം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം അപ്പൊ അമ്മ ത്രേസ്യയും കൂട്ടുകാരും മിണ്ടാമഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കള്, ഈശോയെ കുറിച്ച് അറിയാതെ, ഈശോയെ സ്നേഹിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന, നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കള്, തെറ്റായ വിശ്വാസങ്ങൾ വഴി നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കള് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ ഒരു ദാഹം, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഇവരോട് ഈശോയെ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ ഈശോയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, ഈശോയെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടി, ഈശോയിൽ വിശ്വസിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും അവയിലെ സഭയിലെ അംഗങ്ങളാക്കുകയും അവർക്ക് വേണ്ട ആത്മീയമായ പരിപോഷണം നൽകുകയും ചെയ്യുന്നതിന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിന് വേണ്ടി പുരുഷന്മാരുടെ ഒരു വിഭാഗം നിഷ്പാദക കർമ്മലീത്ത സഭയിൽ ഉണ്ടാകണമെന്ന് അമ്മ ത്രേസ്യ ആഗ്രഹിച്ചു. കൈയടിച്ച് നന്ദി പറയാം. ഈ ആഗ്രഹം അന്നത്തെ സുപ്പീരിയർ ജനറലിനോട് 1566 അമ്മ ത്രേസ്യ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ സുപ്പീരിയർ ജനറൽ പറഞ്ഞു, അനുവാദം കൊടുത്തു, പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ത്രേസ്യ പിന്നീടുള്ള വർഷമാണ് അമ്മ ത്രേസ്യ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന പുണ്യവാനെ, ഈ പുണ്യവാൻ പുത്തൻ കുർബാന ചൊല്ലാൻ വേണ്ടി നാട്ടിൽ വന്ന സമയമായിരുന്നു. അച്ഛനായിട്ട് അത്രയും സമയമായിട്ടുള്ളൂ. ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഉണ്ണീശോയുടെ ഗ്രോട്ടോയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന വിശുദ്ധനാണ്. ഡിസംബർ 14-ാം തീയതിയാണ് വിശുദ്ധന്റെ തിരുനാൾ. അപ്പോൾ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം, ഒരു 10-20 പേജുള്ള 10-30 പേജുള്ള ഒരു ചെറിയ, എത്ര പേജുണ്ടെന്ന് അച്ഛൻ ഓർക്കുന്നില്ല, ഒരു ചെറിയ പുസ്തകം അവിടെയുണ്ട്. നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. 100 കോപ്പിയുണ്ട്. അപ്പോൾ ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ കണ്ടുമുട്ടുകയും ഈ വിശുദ്ധനോട് പറയുകയും ചെയ്തു, നമുക്ക് ഒരു പുതിയ വിഭാഗം ആരംഭിക്കണം. അപ്പോ പാവപ്പെട്ട ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷെ ഞാൻ ആദ്യത്തെ അംഗമായി ചേരാം. പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മ ത്രേസ്യ തന്നെ പണം കണ്ടുപിടിച്ചു, അമ്മ ത്രേസ്യ തന്നെ സ്ഥലം മേടിച്ചു, അമ്മ ത്രേസ്യ തന്നെ ഏകദേശം ഒരു പഴയ വീടൊക്കെ റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായ
30 വയസ്സ് പ്രായമുള്ള ആ പുരോഹിതനെയും ആന്റണി എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതനെയും കൂട്ടി ആദ്യത്തെ നിഷ്പാദുക കർമ്മലീത്ത ആശ്രമം സ്പെയിനിൽ ആരംഭിച്ചു. അതിന്റെ വാർഷിക ദിനമാണെന്ന് ഒരിക്കൽ കൂടെ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അന്ന് ആരംഭിച്ച യാത്ര ഇന്ന് 125ഓളം രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന ഒരു സന്യാസ സഭയായി വളർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി പറയാം. 40ഓളം പ്രവിശ്യകളിലായി ഈ സഭ ഇങ്ങനെ വളർന്ന് 10,000-ഓളം സിസ്റ്റേഴ്സും അതിനടുത്ത അച്ഛന്മാരൊക്കെ ആയിട്ട് ഈ സഭ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഒന്ന്, അമ്മ ത്രേസ്യ അങ്ങനെ ആരംഭിച്ച ആ സന്യാസ സമൂഹത്തിന്റെ ഒരു ആശ്രമമാണ് ആവിലാസദനാശ്രമം. ഒരിക്കൽ കൂടി നന്ദി പറയാം. എന്തിനു വേണ്ടിയാണ്? അപ്പൊ ഈ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആശ്രമം സ്ഥാപിച്ചത് അമ്മ ത്രേസ്യ നേരിട്ട് സ്ഥാപിച്ച ഒരു ആശ്രമത്തിലാണ് നമ്മൾ അമ്മ ത്രേസ്യയെ വണങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക പുണ്യമാണ്. യെസ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ആമുഖത്തോടുകൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. അമ്മ ത്രേസ്യ അന്ന് ഈ സഭ ആരംഭിക്കുമ്പോ അമ്മ ത്രേസ്യയുടെ മനസ്സിൽ അമ്മ ത്രേസ്യ ജീവിച്ചിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ഒരു കാലഘട്ടം, സഭ വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഐക്യമില്ലാത്ത കാലഘട്ടം, സഭയിൽ വിശ്വസിക്കുന്നവര് തന്നെ, ഈശോയിൽ വിശ്വസിക്കുന്നവര് തന്നെ ഭിന്നതയിലും കലഹങ്ങളിലും കഴിയുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അമ്മ ത്രേസ്യ ആഗ്രഹിച്ചു, എന്റെ വൈദികർ, എന്റെ അച്ഛന്മാർ ഈ ലോകത്തിൽ ഐക്യം കൊണ്ടുവരുന്ന, സഭയിൽ ഐക്യം കൊണ്ടുവരുന്ന വൈദികരായി തീരണമെന്ന് അമ്മ ത്രേസ്യ ആഗ്രഹിച്ചു. ഉറക്കെ വിളിക്കാം ഈശോയേ. ആ ആഗ്രഹത്തിന്റെ തുടർച്ചയെന്നോണം 17-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം, കേരള സഭയിൽ വലിയ വിഭാഗീയതകൾ ഉണ്ടായ ഒരു സമയമാണ്. കൂനൻ കുരിശ് സത്യത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലം. കുറച്ചുപേര് പഴയ ജീവിത രീതികൾ പിന്തുടരുമെന്നും കുറച്ചുപേര് പുതിയ ജീവിത രീതികൾ പിന്തുടരുമെന്നൊക്കെ പറഞ്ഞ് സഭയിൽ വലിയ പിളർപ്പ്, കേരള സഭയിലെ പിളർപ്പ്, പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പിളർപ്പല്ല. കേരള സഭയിലെ പിളർപ്പ് എന്ന് പറയുന്ന വലിയ ഒരു വിഭജനമുണ്ടായ ഒരു കാലഘട്ടം 17-ാം നൂറ്റാണ്ടാണ്. ഈ 17-ാം നൂറ്റാണ്ടിൽ സഭ ഇങ്ങനെ വിഘടിച്ച് തമ്മിലടിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത്, എന്തിന് പരിശുദ്ധ പിതാവിന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ സഭ വിഭജിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കർമ്മലീത്ത ഈ മണ്ണിലേക്ക്, ഈ കേരള ഭാരത ഭൂമിയിലേക്ക്, കേരള സഭയിലേക്ക് പരിശുദ്ധ പിതാവ് അയച്ചത് കർമ്മലീത്ത സന്യാസിമാരെയാണ്. കർമ്മലീത്ത സന്യാസിമാർ അങ്ങേയറ്റത്ത് കന്യാകുമാരി മുതൽ ഇങ്ങേയറ്റത്ത് ഗുജറാത്തിന്റെ തീരം വരെ തീരദേശ പ്രദേശങ്ങളിൽ, മലയോരങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും, പ്രത്യേകിച്ച് തീരദേശങ്ങളിൽ, തിരുവനന്തപുരം മുതൽ ഗുജറാത്ത് വരെയുള്ള തീരദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് സഭ സ്ഥാപിക്കുകയും, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പുതിയ ചൈതന്യം, സഭ ഐക്യത്തിന്റെ ചൈതന്യം കൊണ്ടുവന്നതിന്റെ ചരിത്രം കേരള സഭയുടെ ചരിത്രമാണെന്ന് അഭിമാനപൂർവം നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓർമ്മിക്കട്ടെ. ഉറക്കെ വിളിക്കാം ഈശോയേ. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മാഹിയിലെ 17-ാം നൂറ്റാണ്ടിലാണ് മാഹിയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആ ദേവാലയമടക്കം സ്ഥാപിച്ചത് കർമ്മലീത്ത സഭാംഗങ്ങളാണ്. അപ്പോൾ ആ ഒരു ചരിത്രത്തിന്റെയും ആ ഒരു പാരമ്പര്യത്തിന്റെയും പിന്മുറക്കാരാണ് നമ്മൾ എന്നത് നമ്മെ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടെ, നമുക്ക് ഒരു ചരിത്രമുണ്ട് എന്നുള്ളത്, നമുക്കൊരു പാരമ്പര്യമുണ്ട് എന്നുള്ളത്, നമുക്ക് ശോഭനമായ ഒരു
മഹിമ, ഒരു തറവാട് മഹിമ പറയാനുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, അത് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇന്നലകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചങ്കുപറിച്ച് കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ്. അത് നമുക്ക് പ്രചോദനം നൽകുന്നതും നമ്മെ മുൻപോട്ട് നയിക്കുന്നതും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാർഗനിർദ്ദേശം തരുന്നതുമായ ചരിത്രമാണത്. അതായത് നീ വിഘടിപ്പിന്റെ, നീ ഭിന്നതയുടെ പ്രവാചകനല്ല, നീ ശാപത്തിന്റെ പ്രവാചകനല്ല, നീ ഐക്യത്തിന്റെ, എങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണമെന്ന്, നാനാജാതി മതസ്ഥരായ ദൈവജനത്തെ, കർത്താവിന്റെ കുടുംബത്തെ, ദൈവഭവനത്തെ എങ്ങനെ പരിപാലിക്കണമെന്ന് നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ 450 വർഷത്തെ ചരിത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചരിത്രത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. എന്തിനു വേണ്ടി രൂപാന്തരപ്പെടണം? ഞങ്ങൾ ഇന്ന് ഭിന്നതയിലാണ്, സഭ ഇന്ന് വിഭജനത്തിലാണ്, കലഹത്തിലാണ്. ഏത് കൊള്ളണം ഏത് തള്ളണമെന്ന് ബോധ്യമില്ലാതെ ഒരു വിഭജനത്തിന്റെയും വിഘടനത്തിന്റെയും അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കേരള സഭ. ഈ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങൾ തുറക്കപ്പെടണം. ഭിന്നതകൾ മാറണം, ഐക്യമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഒരുമയുണ്ടാകണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനെയാണ് ഈ വിഭജനത്തിന്റെ, കലഹങ്ങളുടെ, മാറ്റി നിർത്തലുകളുടെ ഒക്കെ സംസ്കാരം മാറി ഐക്യത്തിന്റെ സംസ്കാരം, സ്നേഹത്തിന്റെ സംസ്കാരം, സൗഹൃദത്തിന്റെ സംസ്കാരമായി രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിനനുസൃതമായ രൂപാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈ അടുത്ത ദിവസങ്ങളിൽ 29-30 ദിവസങ്ങളിൽ വത്തിക്കാനിൽ വെച്ച് ഒരു സർവമത പ്രാർത്ഥനയും സമ്മേളനവും നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിലാണ് അത് നടത്തപ്പെടുന്നത്. നമ്മുടെ ഇരിക്കൂർ MLA സജീവ് ജോസഫ് അടക്കമുള്ള സ്നേഹിതർ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു വിജയത്തിന് വേണ്ടി, ഐക്യത്തിന്റെ അരൂപി, സ്നേഹത്തിന്റെ അരൂപി ലോകത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് അമ്മത്രേസ്യയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രസക്തമാകണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വിലയുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രധാനപ്പെട്ട പുണ്യമുണ്ടാകണം. അച്ഛൻ ആവർത്തിക്കട്ടെ. കൂളായ എല്ലാവരും ഒന്ന് കൂളായോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണം. ഈ വിഷയത്തിന് നമുക്ക് വലിയൊരു താല്പര്യം തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടാകണം. എന്തിനു വേണ്ടിയുള്ള ദാഹം ഉണ്ടാവണം? പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടാകണം. ഒന്ന് പറഞ്ഞ വലതുകരം ഉയർത്തി വീശിയിട്ടൊന്ന് പറഞ്ഞ, എന്റെ ഉള്ളിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്. ഇരുകരങ്ങൾ ഉയർത്തി വീശിയിട്ടെന്ന് പറഞ്ഞു, എന്റെ ഉള്ളിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്. പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ, ഈ ക്ലാസ് നിങ്ങൾക്ക് ബോറടിക്കും. എന്തുട്ടാണ് ഈ പറയുന്നത്? കുറെ നാളായി അച്ഛൻ 1-ാം സദനം, 2-ാം സദനം, അല്ലേ? പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹമുള്ളവർക്ക് ഇതിന്റെ പ്രസക്തി മനസ്സിലാവുകയുള്ളൂ. എനിക്ക് കുറച്ചുകൂടി, എനിക്കിന്ന് സ്നേഹമുണ്ട്, ആ സ്നേഹം പൂർണ്ണത പ്രാപിക്കണമെന്ന് നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് നിനക്ക്, ഈ പഠനം നിനക്ക് പ്രസക്തമാണ്.
അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ട്, ഇപ്പൊ അതൊക്കെ മതിയപ്പ. ഇതൊക്കെ മതിയപ്പ എന്ന് പറഞ്ഞ പടയപ്പാന്നല്ല, ഇതൊക്കെ മതിയപ്പ എന്ന് നിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. ഓ, ഇതിപ്പോ പോരാ അഞ്ഞിട്ടാണ് എന്ന് നീ, ഇതിപ്പോ പോരെ എന്ന് നീ ചിന്തിച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോവാം കേട്ടോ. എനിക്ക് കുറെ കൂടി എന്റെ ഉള്ളിൽ കുറെ കൂടി ദൈവസ്നേഹം വേണം, കുറെ കൂടി പരസ്നേഹം വേണം, എനിക്ക് കൂടുതൽ ഈശോയെ പോലെ ആകണം. എനിക്ക് വിശ്വാസമുണ്ട് ഞാനിപ്പോ ഈശോയെ പോലെയൊക്കെയാണ്, ഇപ്പൊ ഇത്രയൊക്കെ മതി എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ എനിക്കിനി ഒരു മാറ്റവും വരാനില്ല. വയസ്സ് 10-60, ഇനിയിപ്പോ എന്ത് മാറ്റം വരാൻ എന്ന് ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങള് ഈ ക്ലാസ് മനസ്സിലാവില്ല. നിറഞ്ഞിരിക്കുന്ന പാത്രം, അങ്ങനെ ഉണ്ട് ചില ആളുകൾ, അവരുടെ ഗ്ലാസ് നിറഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്നും അങ്ങോട്ട് ഒഴിക്കാൻ പറ്റില്ല. ചില ആളുകൾ വന്നിട്ട് പറയും, അച്ഛൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ശരി, ഞാൻ ഭയങ്കര ഭക്തനാണ്, ശരി, എനിക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ ഇനി അച്ഛൻ എന്ത് ചെയ്യാൻ? പിന്നെ എന്താണ്? ഭയങ്കര നടുവേദനയാണ്, ശരി, എല്ലാം ഭയങ്കരമാണ്. നിനക്ക് നീ ഒന്ന് ചിന്തിക്കുക, എനിക്ക് ഇന്ന് ഉള്ളത് ഒന്നുമില്ല, ഇനി ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല. നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന, നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു സഹോദരി, പ്രിയപ്പെട്ടവരെ, അച്ഛനോട് ഈ ക്ലാസിന്റെ ആരംഭത്തിൽ 1-ാം സദനത്തിന്റെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, അച്ഛൻ ഇത് കേൾക്കുമ്പോ ഒരിടത്തും എത്തിയിട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. 1-ാം സദനം തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ആ ഒരു മനോഭാവം വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ്. ഒഴിഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് വീണ്ടും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നീ നിന്നെ തന്നെ കുത്തി നിറച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും അങ്ങോട്ട് കേറില്ല. അപ്പോ നിന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ, അച്ഛന്റെ ഉള്ളിൽ വേണം എന്ത്? അമ്മ ത്രേസ്യ വായിക്കാനിരിക്കുമ്പോ, ഒരു ദിവസം ഈ ആരാധന നടത്താൻ നിൽക്കുമ്പോ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഈ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവൂ. ഇന്ന് ആദ്യമായി ആവിലയിൽ വന്നിരിക്കുന്നവര്, ദേവാലയത്തിനകത്തൊരു 10ഓളം പേര്, പുറത്തൊരു 10-20 പേര്, ഏകദേശം 50 പേരോളം ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവ് 7 കോട്ടകളുള്ള ഒരു രാജ്യം പോലെയാണ്. ഓരോ കോട്ടയും ഗ്ലാസ് കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് ഏറ്റവും പുറത്ത് നിൽക്കുന്നവർക്ക് പോലും ഏറ്റവും അകത്ത് നടക്കുന്നത് എന്താണെന്ന് കാണാൻ സാധിക്കുന്നു. പ്രാർത്ഥനയുടെ 1-ാം തലം ആത്മബോധത്തിന്റെ 1-ാം സദനം കഴിഞ്ഞ് 2-ാം സദനം എന്താണ്? ആത്മീയമായ സംഘർഷങ്ങളുടെ 2-ാം സദനം. 3-ാമത് ആത്മീയമായ മോഹങ്ങളുടെ, ദാഹങ്ങളുടെ 3-ാം സദനം. 4-ാം സദനം ദൈവ സാന്നിധ്യ അനുഭവത്തിന്റെ 4-ാം സദനത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, സ്നേഹം വർദ്ധിക്കണം. ഹല്ലേലൂയ. സ്നേഹം വർദ്ധിക്കാൻ ചെയ്യേണ്ട കുറച്ച് പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്? സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പറഞ്ഞോ. വചനം വായിക്കണം. പിന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹം ധ്യാനിക്കണം, നന്ദിയുള്ളവരാകണം, വചനമനുസരിച്ച് ജീവിക്കണം. സ്നേഹം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ അടുത്ത തലത്തിലേക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ യൂട്യൂബിലുള്ള ടോക്ക് കേട്ടാൽ മതി. തുടർന്ന് നമ്മൾ പറഞ്ഞു, സ്നേഹം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? സ്നേഹം അടങ്ങിയിരിക്കുന്നത് അളക്കാനുള്ള കാര്യങ്ങൾ. 1, എല്ലാ കാര്യങ്ങളിലും നീ ദൈവപ്രീതി അന്വേഷിക്കുന്നുണ്ടോ?
അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2, ഒരു കാര്യത്തിലും അവിടുത്തെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നതിൽ നിന്റെ ദൈവസ്നേഹം അടങ്ങിയിട്ടുണ്ട്. 3, അവിടുത്തെ പുത്രന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിൽ തീഷ്ണത കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നുണ്ട്. 4, തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ തീഷ്ണത കാണിക്കുന്നതിൽ ദൈവസ്നേഹം അടങ്ങിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ. 1, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ പ്രീതി അന്വേഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് ദൈവസ്നേഹമുണ്ടോ എന്ന് അളക്കുന്ന ഒരു കാര്യമാണ് നീ ദൈവത്തിന്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്. നമ്മളതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. കൊറിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5:9 വായിച്ചേ. 2 കൊരിന്ത്യർ 5:9 അടുത്തായാലും അകലെയായാലും അവിടത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വലത് കരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, അടുത്തായാലും അകലെയായാലും അവിടത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താണ് നിന്റെ ലക്ഷ്യം? നീ ഒരു കല്യാണം കഴിക്കുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. നീ ഒരു ജോലി ചെയ്യുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താണ്? നീ പഠിക്കുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താണ്? നീ ഒരു കുടുംബ ജീവിതം നയിക്കുമ്പോൾ ലക്ഷ്യം എന്താണ്? നീ ഒരു സന്യാസ സമർപ്പിത ജീവിതം നയിക്കുമ്പോൾ നിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 5:30, യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യനാരാണ്? യോഹന്നാനാണ്. ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ കറക്റ്റ് ഈശോയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിന്റെ ഉദാഹരണം തേടി നമ്മൾ എവിടെ പോകണം? ഈശോയിലേക്ക് തിരിയണം. ഈശോ പറഞ്ഞു, സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു, എന്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ആരാണ് അയച്ചത്? ഉറപ്പുണ്ടോ? ഓർക്കാറുണ്ടോ? നമ്മൾ എന്നെ ആരാണ് അയച്ചത് എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ആരാണ് ഇങ്ങോട്ട് അയച്ചത് എന്ന രീതിയിലാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ജീവിത പങ്കാളി പറയും, നിന്നെ കാണുമ്പോൾ നിന്നെ അയച്ച ആളെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിട്ടാണ് ഈ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക്, നമ്മൾ ഈ നരകത്തിലേക്ക് എന്നെ ആരാണാവും? ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചതാരാണ്? ദൈവമാണ്. ദൈവം നമ്മളെ അയച്ചത് നമ്മുടെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. ഇത് മനസ്സിലിരിക്കട്ടെ. അടുത്തതായിട്ട് ഈശോ പറയുന്ന മറ്റൊരു വചനം 8:29, യോഹന്നാൻ 8:29. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തൊന്ന് മറിച്ചോ, ബൈബിൾ ഉള്ളവരെടുത്തോ. 8:29 വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം
ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിലേക്ക് നോക്കുന്ന ദൈവം എന്ത് കാണും? തനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും കാണുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പറഞ്ഞ്, എന്റെ ജീവിതത്തിൽ ചില ആളുകൾ വായുവിന് ഷെയ്ക്കാൻഡ് കൊടുക്കാം, ആരും പിടിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം കാണാൻ ഇടയാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ അച്ഛനൊരു ഉദാഹരണം പറയാം. അമ്മ ത്രേസ്യ പറയുന്ന ഉദാഹരണം ശരിക്കും അച്ഛൻ ഇത് 5-ാം സദനത്തിലേക്ക് വെച്ചിരിക്കുന്ന ഉദാഹരണമാണെങ്കിലും അമ്മ ത്രേസ്യ 5-ാം സദനത്തിൽ പറയുന്നത് അച്ഛൻ 4-ാം സദനത്തിൽ പറയാണ്. അതായത് ഒരു എൻഗേജ്മെന്റ്, ഉറപ്പിക്കല് കഴിഞ്ഞു, മനസ്സമ്മതം കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്കല്, കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഇവരിടക്കൊക്കെ എന്ത് ചെയ്യും? കൂടിക്കാഴ്ചകൾ നടത്തും. കൂടിക്കാഴ്ചകൾ നടത്തും. അമ്മ ത്രേസ്യ അതിനെ പറയുന്ന പേര് കൂടിക്കാഴ്ച എന്നാണ്. ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഫോൺ വിളിക്കും. ഫോൺ വിളിക്കുമ്പോൾ ഇവർ പരസ്പരം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമോ? ഇല്ല. കൂടിക്കാഴ്ചകൾ നടത്തും, ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൾ പറയുന്ന കാര്യമെല്ലാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. മണവാളൻ അല്ലെങ്കിൽ ഈ കെട്ടാൻ പോകുന്ന പയ്യൻ ഹാപ്പിയായി. ചെറുക്കം പറയുന്നത് മുഴുവൻ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അവളും ഹാപ്പിയായി. ഇനി ഇവര് സംസാരിക്കുമ്പോ ഒരു ദിവസം ഈ ചെറുക്കൻ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോ 11 മണിക്കാണ് ഫോൺ വിളിച്ചത്, രാത്രി. അങ്ങനെയുണ്ട്, ഈ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി സമയം ഏതാണെന്നൊന്നും ഒരു പിടിയില്ല. 11 മണിയാണ്, ഒരു ബോധമില്ലാത്ത പോലെയാണ് വിളി. അപ്പൊ 11 മണിക്ക് ഫോൺ വിളിച്ചപ്പോൾ ഇവൾ എടുത്തില്ല. 12 മണിക്ക് ഫോൺ വിളിച്ചപ്പോഴും ഇവൾ എടുത്തില്ല. അവസാനം അവന് ദേഷ്യം വന്നു. അവന് ദേഷ്യം വന്നിട്ട് ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടു, നീ ഈ രാത്രി ആരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറ, ഇനി ആ കല്യാണം മുന്നോട്ട് പോകോ ഇല്ലയോ? അവള് പറഞ്ഞു, നമ്മൾ ഉറപ്പിച്ച് നിശ്ചയിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ, ഇന്നത്തോടുകൂടെ മതി. അവള് ഡ്യൂട്ടിക്ക് പോയിരിക്കായിരുന്നു, ഫോൺ ഇവിടെ വെച്ചിട്ട്. ഇന്നത്തോടുകൂടെ അവൻ ഇത്രയല്ല പറയാൻ പറ്റുന്നത് മാത്രം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോ പ്രിയപ്പെട്ടവരെ, അവൾക്കിഷ്ടമില്ലാത്തത് വാക്കുകൾ അവനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ ബന്ധം ഇനി എനിക്ക് അവനെ മണവാളനായി വേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. ഇവൻ ഫോൺ വിളിക്കും. വേറൊരു ഉദാഹരണം, ഇവൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവള് വേറെ പലരോടുമായിട്ട് ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവനും തീരുമാനിച്ചു, വേറെ കഥ, ഇനി ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട. എന്തുകൊണ്ടാണ്? അവന് ഇവളിൽ നോക്കുമ്പോ ഇഷ്ടമൊക്കെയാണ്, കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പറ്റാത്ത പലതും അവിടെ ഉണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഉറപ്പിച്ചതാണ്, പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണ്ട, ഒഴിയാം, ഈ കല്യാണം ഒഴിയാം. ഇപ്പൊ ഒഴിഞ്ഞാ നല്ലത്. ഇനിയിപ്പോ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞിട്ട് ഒഴിയാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഒഴിഞ്ഞാക്കാം എന്ന് പറഞ്ഞാ അത് ഒഴിഞ്ഞു. നമുക്ക് പറ്റാത്ത പലതുണ്ട്. ഉദാഹരണം ക്ലിയർ അല്ലേ? അവിടെ നിൽക്കണ്ട. ഇനി കർത്താവാകുന്ന മണവാളൻ, നമ്മളിപ്പോ കല്യാണം ഉറപ്പിച്ച് നിശ്ചയിച്ചിട്ടുള്ളൂ, 5-ാം സദനത്തില് നിശ്ചയിച്ചിട്ടുള്ള നമ്മളിൽ നോക്കുമ്പോ നമുക്ക് പറ്റാത്തത് പലതും അവിടെ ഉണ്ടല്ല. ഇത് മുന്നോട്ട് പോകോ ഇല്ലയോ എന്ന് അമ്മ ത്രേസ്യ പറയണം. കുറെ നാള് കാത്തിരുന്നു, ഒറ്റടിക്കൊന്നും വേണ്ട നോക്കില്ല. ഈ നമുക്ക് പറ്റാത്ത പല വാക്കുകൾ അവിടെ ഉണ്ട്, നമുക്ക് പറ്റാത്ത പല പ്രവർത്തികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈശോ അപ്പനോട് പറയും, ഈ കല്യാണം നടക്കൂല എന്ന് പറയും.
അപ്പൊ നമ്മളാകുന്ന മണവാട്ടിമാരാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ കുറ്റം കൊണ്ട് കല്യാണം ഒഴിഞ്ഞു. നമ്മുടെ തെറ്റായ ബന്ധങ്ങൾ, നമ്മൾ കൽപ്പനകൾ ലംഘിക്കുന്നു, നമ്മൾ അസൂയ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ല, കർത്താവിന് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ കരുണ കാണിക്കാൻ തയ്യാറല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, നമ്മൾ ഇങ്ങനെ നടക്കാണ്. എന്നിട്ട് പറയാണ് കല്യാണം കഴിക്കണം. അപ്പോ പതുക്കെ ആ കല്യാണം, ഒന്നില്ലെങ്കിൽ ആ കല്യാണം എന്ത് ചെയ്യുമെന്നറിയാവോ? ആദ്യം കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യും? ഒന്ന് നീട്ടി വെക്കാൻ പറയും. നമുക്കൊന്ന് നോക്കാം, ഒന്ന് നീട്ടി വെക്കും. 1 കൊല്ലം നീട്ടിവെച്ച്, 2 കൊല്ലം നീട്ടിവെച്ച്. കർത്താവിന് പിന്നെ വർഷത്തിന് കുഴപ്പമില്ലാത്തതുകൊണ്ട്, പ്രായം കൂടുന്നുള്ള പ്രശ്നമില്ലാത്തതുകൊണ്ട് എത്ര വർഷം വേണേലും കർത്താവ് നീട്ടിവെച്ച് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതുവരെ നീട്ടിവെച്ച് തരും? മരണം വരെ നീട്ടിവെച്ച് തരും. നമ്മൾ ഒരുക്കമുള്ളവരായി, നമ്മൾ യോഗ്യതയുള്ളവരായി കാണുന്നതുവരെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കും. ഈശോയേ, യെസ്, നമുക്ക് വീണ്ടും കർത്താവിന് പ്രീതികരമായതിലേക്ക് തിരികെ വരാം. കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിന്റെ വീട്ടിലെ അംഗങ്ങളായി മാറുന്നത്. അച്ഛനെന്താ പറഞ്ഞത്? കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ വീട്ടിലെ അംഗങ്ങളായി മാറുന്നത്. ഈശോ എവിടെയാണ് അത് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. മത്തായി 12:50. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറഞ്ഞ എന്റെ കുടുംബാംഗങ്ങള്. എന്റെ വീട്ടിൽ കേറ്റണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം. കൈയടിച്ച് നന്ദി പറയാം. കർത്താവിന്റെ ഇഷ്ടം. അപ്പോ അത് ഒത്തിരിയേറെ വചനങ്ങളുണ്ട്. അങ്ങനെ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോ പരിശ്രമിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് എന്ന് പറയുന്ന വചനങ്ങളുണ്ട്. ഒരു വചനം വായിക്കാം. ഗലേത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഗലേത്യർ 1:10. അച്ഛൻ വായിക്കാം. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? ഞാനിപ്പോ അന്വേഷിച്ച് നടക്കുന്നത്, ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ ആരെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നത്? ആരെ ഹാപ്പിയാക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്? പൗലോസ് പറയാണ്, ഞാൻ അന്വേഷിക്കുന്നത് മനുഷ്യരുടെ പ്രീതിയാണോ ദൈവത്തിൻ്റെതാണോ? അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചോദിക്കട്ടെ, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തെ എന്ത് കിട്ടിയാൽ എങ്ങനെ ദൈവത്തെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും? ഒന്ന്, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഈശോ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വചനം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ്. എന്താണ്? അതാണ് ഹെബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കുന്നത്. ഹെബ്രായർ 11:6 എടുത്തു വായിക്കാം. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോ ദൈവത്തിന് ഹാപ്പിയാകണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്തുണ്ടാകണം? വിശ്വാസമുണ്ടാകണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവമുണ്ടെന്ന് മാത്രം വിശ്വസിച്ചാ പോരാ. നീ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവം എനിക്ക് ഈ ഇരിക്കുന്ന ഇരിപ്പ് കൊണ്ട് തന്നെ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്ന സഹോദരനോട് വചനം കേൾക്കാൻ പറയുമ്പോൾ ഈ വചനം കേട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിക്കണം. വേണ്ടേ?
പിന്നെ ഈ കണ്ട വചനം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ 7 കൊല്ലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന തലയിലുള്ള മുഴ ചെറുതാവും. ചെറുതാവും. 10 കൊല്ലമായിട്ട് എല്ലാ IVF 2 പ്രാവശ്യം ചെയ്തതാണ്. ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പോയിക്കോ, കുട്ടികൾ ഉണ്ടാവും. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ടെന്ന് മാത്രമല്ല വിശ്വസിക്കുന്നത്, അവിടത്തെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അവർക്ക് വിളിക്കാം, ഈശോയേ. നമ്മുടെ സാധാരണ ഒരു ബുദ്ധിക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളോടാണ് അച്ഛൻ പറയുന്നതെന്ന് വിചാരിക്കെ, നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഒരു 10 മണിക്കൂർ ഇരിക്കെ, ക്യാൻസർ മാറും. പിന്നെ പറ്റില്ല. പുണ്യം ഉണ്ടാകണം. അപ്പോൾ ഈ പുണ്യം, വിശ്വാസം എന്ന പുണ്യം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ കാര്യമല്ല. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കർത്താവ് തരണം. വിശ്വാസം ഒരു ഗ്രേസാന്ന് പറയുന്നത്, ഗിഫ്റ്റാണ്. യെസ്. അപ്പോൾ ഒന്ന് വിശ്വാസമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊരു സാക്ഷ്യം യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവും. ഒരു സഹോദരൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വന്ന് പ്രാർത്ഥിച്ചു. കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിൽ തപ്പിത്തടഞ്ഞു വന്ന ആള് ഒരാളും പിടിക്കാതെ ഇവിടുന്ന് കുരിശടി വരെ പോയി തിരിച്ചു വരികയും ഇവിടെ എത്ര പേരാണ് ഇരിക്കുന്നതെന്ന് എണ്ണി പറയുകയും ഒരു ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന വിധത്തിൽ കണ്ണിന് കാഴ്ച കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നിന്നൊരു സഹോദരൻ വന്നു. സഹോദരന് ഒത്തിരി നാളുകളായിട്ട് വായയിൽ ദുർഗന്ധം എന്ന് പറയുന്ന പല പ്രയാസങ്ങളാണല്ലോ മനുഷ്യന്. ഈ മനുഷ്യന് വായ തുറന്നാൽ ദുർഗന്ധമുള്ളത് കൊണ്ട് ഒരിടത്ത് പോയി ഇരിക്കാൻ പോലും, ഒരാളോട് മുഖത്ത് നോക്കാൻ പോലും, അല്ലെങ്കിൽ ഭാര്യയുടെ പോലും അടുത്തിരിക്കാൻ പറ്റാത്ത വിധത്തിലെ വിഷമവും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിലുമാണ് സഹോദരൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 3 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കും. പിന്നെ 3 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച 10-20 കൊല്ലമായിട്ടുള്ള വായയിലെ ദുർഗന്ധം മാറും. ആ സഹോദരൻ ആ ദുർഗന്ധം മാറി എന്ന് മാത്രമല്ല, സഹോദരന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ചെവിയുടെ കേൾവി 40% മാത്രമായിട്ട് 60% കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് സഹോദരൻ തിരികെ പോയത്. അച്ഛൻ പറഞ്ഞു, ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടിയിട്ട് റിപ്പോർട്ടായിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിളിച്ച ഈശോയേ. അപ്പോൾ നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത്, മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്തത് കർത്താവ് ചെയ്യുമെന്ന്, പ്രതിഫലം തരുമെന്ന് അതാണ് ഈ മലയോട് ഇവിടെ നിന്ന് മാറി സമുദ്രത്തിൽ ചെന്ന് പതിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നീ അത് ചെയ്യുമ്പോ, വിശ്വസിക്കുമ്പോ കർത്താവിനത് പ്രീതികരമാണ്. രണ്ടാമതായി അച്ഛൻ പറയട്ടെ, നന്ദി പറയുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മള് എന്ത് ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം? നന്ദി പറയുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. 1 തെസ്സലോനിയൻസ് 5, 16, 17, 18 തിരുവചനങ്ങളാണ്. 18ാമത്തെ തിരുവചനം, എല്ലാ കാര്യങ്ങളിലും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയാറ്? കൂടുതൽ ഒരു ദിവസം നന്ദിയാണോ പറയാറ്, വിഷമമാണോ പറയാറ്? ഒരു ദിവസത്തെ കാര്യം എടുത്ത്, ഒരു ദിവസത്തെ കാര്യം പെട്ടെ, 1 മണിക്കൂർ വെച്ചെടുക്കും.
ചേട്ടൻ പറയുന്നത്, നമ്മുടെ പണ്ഡിതരായിട്ടുള്ള ചേട്ടൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ പറയുന്നത് കുറ്റവും കുറവുകളുമാണ്. നമ്മൾ വേറെ ആരോടും വിഷമം ഉണ്ടായിട്ടല്ല ഈ കുറ്റവും കുറവും പറയുന്നത്, നമുക്കൊരു വിഷമം മാറാൻ വേണ്ടി പറയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് പ്രീതികരമായത് എന്താണ്? എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക എന്നതാണ്. എന്തിനെ ഓർത്ത് നന്ദി പറയണം? നന്ദി പറയാനുള്ള കാരണങ്ങൾ ഓർത്താൽ തന്നെ അത് തീരില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ കൂടി ഓർത്തൊന്ന് നന്ദി പറഞ്ഞു നോക്കി. നമുക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ഓർത്തിട്ട് നമ്മൾ നന്ദി പറയുന്നില്ല അല്ലേ? പിന്നെയാണ് ഇല്ലാത്തതിനെ ഓർത്ത് നന്ദി പറയാം. അപ്പോൾ നന്ദി പറയുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. അതുകൊണ്ടാണ് ആ കുഷ്ഠരോഗി ഓടി വന്നിട്ട് നന്ദി പറഞ്ഞപ്പോ ഈശോ ഭയങ്കര ഹാപ്പി ആയത് അല്ലേ? അപ്പൊ തന്നെ ഈശോ ഹാപ്പി ആയിട്ട് പറഞ്ഞു, കണ്ടോ അത് നന്ദി പറയാൻ വന്നാക്കുന്നത്. നന്ദി പറയുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. അടുത്തതായിട്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ കാര്യമാണ്. ഒരു വീട്ടില് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, കുറച്ചാൾ മുമ്പാ 21 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ചേട്ടൻ കഴിഞ്ഞപ്പോ ഇല്ല 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചാ പോരെ. പ്രിയപ്പെട്ടവര്, ഈശോ എന്താ പറഞ്ഞത്? സംഭവിക്കാനിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 21:36. ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്? ഉണ്ടോ? ലൂക്കായുടെ സുവിശേഷം 21:36. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യന്റെ പുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ വാക്യം വായിച്ചേ. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാ TV കണ്ടുകൊണ്ട് എന്നല്ല, സദാ വാർത്ത കേട്ടുകൊണ്ട്. ചില വീടുകളിൽ കാലത്ത് ന്യൂസ് ഓൺ ചെയ്ത് വെച്ചാ രാത്രി 11 മണി വരെ ന്യൂസോട് ന്യൂസ്. അവസാനം അയാളുടെ ജീവിതം ഒരു വാർത്തയായിട്ട് മാറും. വാർത്ത തന്നെ വാർത്ത, കണ്ടത് തന്നെ കണ്ടത് തന്നെ പിന്നെയും കണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകള്. സദാ പ്രാർത്ഥിക്കാൻ നിനക്ക് അവിടെ സദാ വാർത്ത കേൾക്കാനല്ല ഈശോ പറഞ്ഞത്. നീ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. വചനം ലൂക്ക 21:36. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു, ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്ക്, ഇടതടവില്ലാതെ പ്രാർത്ഥിക്ക്, നിർത്താതെ പ്രാർത്ഥിക്ക്, ക്ഷമ കെട്ടുപോകാതെ പ്രാർത്ഥിക്കുക. നീ 25 ആഴ്ചയായി, 35 ആഴ്ചയായി, 50 ആഴ്ചയായി, 100 ആഴ്ചയായി എന്ന് പറഞ്ഞ് നിർത്തിക്കളയാതെ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ആ ഉപമയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 18:7. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ പ്രിയ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലയോ? വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കും. അപ്പോ മൂന്നാമത്തെ കാര്യം, ഈശോയ്ക്ക് ഇഷ്ടമുള്ള മൂന്നാമത്തെ കാര്യം, എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്നേ. നിങ്ങൾ വിചാരിക്കണ്ട സമയം കൂടിപ്പോയി എന്ന് വിചാരിക്കണ്ട, പ്രാർത്ഥനയുടെ സമയം കൂടി എന്ന് വിചാരിക്കണ്ട, കുർബാനയുടെ സമയം കൂടി എന്ന് വിചാരിക്കണ്ട, ആരാധനയുടെ സമയം കൂടി എന്ന് വിചാരിക്കണ്ട, ബൈബിൾ വായിച്ച സമയം കൂടിപ്പോയി എന്ന് വിചാരിക്കണ്ട. സദാ രാവും പകലും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. നാലാമതായി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്ഷമിക്കുന്നത്. എന്ത്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ക്ഷമിക്കുന്നത്. അതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞപ്പോ ആ ക്ഷമിക്കുന്ന പിതാവിനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട്, ആ ക്ഷമിക്കുന്ന പിതാവിന്റെ ഹൃദയം ദൈവഹൃദയം പോലെയാണെന്ന് പറഞ്ഞ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തിന് ക്ഷമിക്കുന്നത് ഇഷ്ടമാണ്. ക്ഷമിക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ടായാലും ദൈവത്തിന് എന്താണ് ഇഷ്ടം?
ക്ഷമിക്കുന്നതാണ് ഇഷ്ടം. എവിടെ ഇരിക്കുമ്പോഴും ദൈവത്തിന് ക്ഷമിക്കുന്നതാണ് ഇഷ്ടമെന്ന് നിനക്കറിയാം, അല്ലേ? അറിയാം. എന്നിട്ട് നീ ക്ഷമിക്കുന്നുണ്ടോ? നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നീ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യും. ദൈവത്തിന് ഇഷ്ടമുള്ളത് ക്ഷമിക്കുക എന്നതാണ്. നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്? കൈയടിച്ച് കർത്താവിന് നന്ദി. ചേട്ടൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ദൈവത്തിന്, മനുഷ്യന് ദൈവസ്നേഹം കൊണ്ട്, ചേട്ടൻ ഉദ്ദേശിച്ചത് ഇതാണ്, ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത്ര പറഞ്ഞു. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ടില്ല, ദൈവത്തോട് നമുക്ക് സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ 10,000 താലന്ത് കൊടുത്തിട്ട് അത് ക്ഷമിച്ചതിന്റെ ഒരു കഥ അറിയില്ലേ നമുക്ക്? നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ. നമ്മുടെ എല്ലാം, എന്റെ എല്ലാം, എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ ആഗ്രഹം എന്താണ്? എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ആരോടെങ്കിലും ചെന്നിട്ട് കൈ പിടിച്ചിട്ട് കാലെ പിടിച്ചിട്ട് ചേട്ടാ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ആഗ്രഹം നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കണമെന്നാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളും ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എന്താണ് കരുണ കാണിക്കുന്നത്? സമരിയാക്കാരന്റെ ഉപമ പറഞ്ഞത് അതിനാണ്. നീ കരുണ കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, സമരിയാക്കാരൻ കരുണ കാണിച്ചതുപോലെ. അടുത്തതായി, ദൈവരാജ്യത്തിന് വേണ്ടി നീ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്നത്തെ മെഡിറ്റേഷനിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ച, ആ ധ്യാനത്തിന് ഉപയോഗിച്ചത് താലന്തുകളുടെ ഉപമയാണ്. താലന്തുകളുടെ ഉപമയിൽ ഈ 1 കിട്ടിയ ആള് 10 ആക്കി. ശ്രദ്ധിച്ച് പുറകെ വിളിച്ചേ, ഈശോയേ. കുറച്ചുകൂടി ശക്തിയിൽ വിളിച്ചേ, ഈശോയേ. 1 കിട്ടിയ ആൾ അത് എത്രയാക്കി? 10 ആക്കി. ഇങ്ങനെ 1 10 ആക്കാൻ വേണ്ടിയിട്ട് അയാള് ചത്ത് പണിയെടുത്തു, ഇല്ലേ? അങ്ങനെ ഇയാള് ചത്ത് പണിയെടുത്തത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്, മുതലാളിക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടിയല്ല. അങ്ങനെ തനിക്ക് വേണ്ടി, അതായത് കർത്താവിന് വേണ്ടി അധ്വാനിച്ച ആളോട് ദൈവം, രാജാവ് എന്താ പറഞ്ഞത്? നീ 10 നഗരങ്ങളുടെ അധികാരിയായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നീ എനിക്ക് വേണ്ടി അധ്വാനിച്ചതിനെ ഓർത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം ചോദിച്ചില്ലല്ലോ, നീ എന്തിനാണ് വെറുതെ ഈ 1 10 ആക്കാൻ വേണ്ടി ഓടി നടന്നത്? നിനക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ 1 5 ആക്കിയാ പോരായിരുന്നു എന്ന് പറഞ്ഞോ? നീ 1 10 ആക്കിയതിനെ കുറിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ വിധവ തനിക്കുണ്ടായിരുന്നത് ഇട്ടതിനെ ഓർത്ത് ദൈവം ഹാപ്പിയാണ്. കാരണം അവൾക്കുള്ളത് മുഴുവൻ തന്നിരിക്കുന്നു. ദൈവരാജ്യത്തെ കുറിച്ച് നീ 1 ഗ്ലാസ് വെള്ളം കൊടുത്തതിനെ ഓർത്ത് ദൈവം ഹാപ്പിയാണ്. പറഞ്ഞു വരുന്നത്, നീ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന്. ഒരാളോട് പള്ളിയിലൊക്കെ എപ്പോഴും പോയി പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് വേറൊരു സ്നേഹിതൻ, അയൽക്കാരൻ ചോദിച്ചു, നിനക്ക് വേറെ പണിയില്ലേ? എപ്പോഴും ഈ പള്ളിയിൽ പോയി കിടന്നുകൊണ്ട് തലകുത്തി പണിയെ, നിനക്ക് നിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കി നടന്നാ പോരെ? നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന നല്ല നല്ല ആളുകൾ. നീ എന്തിനാണ് എപ്പോഴും ഈ പള്ളിയിൽ പോയി കിടന്ന് തലകുത്തി മറിയുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കറിഞ്ഞുകൂടാ എന്ത്? നീ ദൈവരാജ്യത്തെ പ്രതി അധ്വാനിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമാണെന്ന്. ആ പ്രവൃത്തിക്ക് ദൈവം നിനക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലും പ്രതിഫലം തന്നിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.
അതുകൊണ്ട് അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടോ ഇവിടെ എന്തെങ്കിലും ശുശ്രൂഷയ്ക്കായിട്ടോ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് സമയമോ സമ്പത്തോ ആരോഗ്യമോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അത് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമർപ്പണം അതൊരു പ്രാർത്ഥന, നിങ്ങളുടെ വീട്ടിലിരുന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാകാം, ഒരു മിഷണറിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാകാം, ഒരു ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി ചൊല്ലിയ ഒരു നന്മ നിറഞ്ഞ മറിയമയാകാം, ഒരു ധ്യാനത്തിന്റെ വിജയം, ഒരു ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോയെ ഒരു പ്രാവശ്യം വിളിച്ചതാകാം. അത് ദൈവത്തിന് പ്രീതികരമായ കാര്യമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്നത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സന്തോഷമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നീ അനുതപിക്കുന്നത് ഇല്ലേ? ആ പെൺകുട്ടി ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ, ആ പെണ്ണ് വഴിപഴച്ച ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവന്റെ കാൽക്കൽ കമന്ന് കിടന്നിട്ട് കണ്ണുനീര് കൊണ്ട് അവന്റെ പാദം കഴുകുകയും തലമുടി കൊണ്ട് മുടി തുടക്കുകയും ചെയ്തപ്പോ ബാക്കിയുള്ളവർക്ക് അത് അയ്യേ ആയിരുന്നു. ഒന്ന് അവളോട് അവജ്ഞ തോന്നി, ഇവിടെ തടി കാണിക്കണം, എവിടെയാണ് കയറി വന്നാക്കുന്നത്, ചോദിക്കാൻ പറയാൻ ചെയ്യില്ല, അതൊരു മാന്യതയില്ല, അത് ഓടിക്കേറി വന്നിരിക്കുക, നാശം കെട്ടവില്ല എന്ന് അവളെ കുറിച്ച് ചിന്തിക്കുകയും, അവളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇയാളിത് എന്ത് മനുഷ്യനാണ്? ആ പെണ്ണ് ഓടിക്കേറി വന്നിട്ട് കാല് വെച്ച് കൊടുത്തേക്ക് എന്ന് മനുഷ്യർ പറഞ്ഞെടുത്ത കർത്താവ് പറഞ്ഞു, she loved more, therefore he is forgiven more. അവളോട് അധികം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവൾ അധികം സ്നേഹിക്കുന്നു. അവളുടെ ഈ പ്രവൃത്തി ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. കാരണം അനുതപിക്കുന്നത് കർത്താവിന് പ്രീതികരമാണെന്ന്. അപ്പോ നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്റെ പാപകരമായ സാഹചര്യങ്ങള് വിട്ടുപേക്ഷിക്കാൻ നീ തീരുമാനിക്കുമ്പോ, കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 1 മാസമായി ഞാൻ വലിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു 1 മാസമല്ല ആയിട്ടുള്ളൂ, 12-11 മാസം കൂടി കഴിയട്ടെ എന്നിട്ട് സാക്ഷ്യം പറയാം. പക്ഷേ ഈ അനുതപിക്ക് ഒരു പാപം ഉപേക്ഷിച്ചിരിക്കുന്നു, മദ്യപിച്ചിട്ടില്ല, 8 മാസമായിട്ട് മദ്യപിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു 4 മാസം കൂടി കഴിയട്ടെ, 12 മാസമാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മദ്യപാനം ഉപേക്ഷിക്കുന്നവര്, ലഹരി ഉപേക്ഷിക്കുന്നവര്, പുകവലി ഉപേക്ഷിക്കുന്നവര്, അങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ നീ കർത്താവിന്റെ അടുത്ത് വന്ന്, ഈശോയെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. അമ്മ ത്രേസ്യ പറയുന്നു, നീ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. നീ അനുതപിക്കുന്നത്, കുമ്പസാരം എന്ന കൂദാശയെ സമീപിക്കുന്നത് എനിക്ക് പ്രീതികരമായ ഒരു കാര്യമാണ്. അപ്പൊ അനുതപിക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. പിന്നെ ഈശോയ്ക്ക് പ്രീതികരമായ മറ്റൊരു കാര്യമാണ് ഈശോയെ അനുകരിക്കുന്നത്. എന്താണ്? ഉറച്ചത്തിൽ വിളിച്ച ഈശോയെ. ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്നത് പോലെ നിങ്ങളുമായിരിക്കുവിൻ. ഈശോയെ അനുകരിക്കുന്നത് ഈശോയ്ക്ക് പ്രീതികരമാണ്. 10ാമതായി, നമ്മൾ പുണ്യങ്ങളിൽ വളരുന്നത്. നമ്മൾ പുണ്യങ്ങളിൽ വളരുന്നത്, ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ എന്നറിയാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ക്ഷമിക്കുന്നുണ്ടോ? ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ? ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഈശോയെ അനുകരിക്കുന്നുണ്ടോ? ഇത് നോക്കിയാൽ അപ്പൊ നോക്കുമ്പോ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്ത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച അത്രയൊന്നും ദൈവസ്നേഹം, നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ സൂപ്പറാണെന്നാണ്, അല്ലേ? നമ്മളുടെ വിചാരം എന്താണ്? നമ്മള് അപ്പോൾ
അതുകൊണ്ടാണ് അച്ഛൻ ഇത് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ദൈവസ്നേഹത്തിൽ വളരണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോയാൽ മതിയായിരുന്നു. അപ്പോ അമ്മ തെരേസ്യ പറഞ്ഞല്ലോ ദൈവസ്നേഹം അളക്കാനുള്ള കുറച്ച് കാര്യങ്ങള്. അപ്പൊ ദൈവസ്നേഹം എങ്ങനെ അളക്കും? ഇതൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് അളക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ തിയറി പഠിക്കുന്നവരായിട്ട് മാറും. പ്രൈസലോ. അപ്പോ ബോറടിക്കുന്നുണ്ടോ? അവർക്ക് വിളിച്ച ഈശോയേ ഈശോയേ. ഇത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോ അതിന്റെ ഒരു മറുവശമുണ്ട്. എന്താണ്? വെരി ഗുഡ്. ചേട്ടനെ കൊണ്ട് തോറ്റ്. ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്. ദൈവം വെറുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം വെറുക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെടുത്ത് സുഭാഷിതങ്ങൾ. നമ്മൾ ചോദിക്കും ദൈവത്തിനും വെറുപ്പുണ്ടോ? ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെ കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടെ മ്ലേച്ഛമായി കരുതുന്നു. 7 കാര്യങ്ങളാണ്. ഗർവ് കലർന്ന കണ്ണ്. എന്താണ് ഒന്നാമത്തെ പറഞ്ഞേ? നിങ്ങൾ അങ്ങനത്തെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗർവ് കലർന്ന കണ്ണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഭർത്താക്കന്മാരോ കുടിക്കുന്നവരുണ്ടെങ്കിൽ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നൊരു ഇരിപ്പ് കണ്ടിട്ടില്ല? കണ്ണൊക്കെ ചുവന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പ് ഇല്ലേ? അത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ഉള്ളത്, ചില സ്ത്രീകൾക്കും ഉണ്ട്. കുടിക്കണമെന്നില്ല. ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോ ഇല്ലേ? അപ്പോ ആ ഗർവ് കലർന്ന കണ്ണ് ആര് വെറുക്കുന്നു? ദൈവം വെറുക്കുന്നു. അങ്ങനെ കണ്ണുണ്ടാകാതിരിക്കണം. അപ്പോൾ 2, വ്യാജം പറയുന്ന നാവ്. അങ്ങനെ ഒരു നാവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വായ തുറന്ന നുണയെ പറയും. എടി നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ? നീ ആർക്കെങ്കിലും മെസ്സേജ് ഇടക്കിടക്ക് അയക്കുന്നുണ്ടോ? വായ തുറന്ന. അപ്പൊ അവള് പറഞ്ഞു ഞാൻ അതിന് വായ തുറന്നില്ലല്ലോ എന്നല്ലേ പറഞ്ഞു. വായ തുറന്ന നുണേ പറയും. യെസ്. ഒരു സഹോദരി പറഞ്ഞു എന്റെ ചേട്ടൻ വായ തുറന്ന നുണേ പറയും. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വായ തുറക്കുന്നത്. 1 ഭക്ഷണം കഴിക്കാൻ, 2 നുണ പറയും. അപ്പോൾ വ്യാജം പറയുന്ന നാവ്. 3, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ. 4, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. എങ്ങനെ പണി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളില്. ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. പിന്നെ അടുത്ത എത്രയാണ് ഇപ്പൊ പറഞ്ഞത്? ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്ന അവൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ എന്നും പറയാം, അവൾ എന്നും പറയാം. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ പ്രായോഗികമായ ഉദാഹരണം പറഞ്ഞാൽ, ദൈവം വെറുക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു കാര്യം അച്ഛൻ പറയാം. ഈശോ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ആകുലപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആണോ? ആണോ? നമ്മൾ എന്തിനെ കുറിച്ചെങ്കിൽ, കാരണം ഈശോ പറഞ്ഞു നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന് ഇഷ്ടമാണോ? അല്ല. എന്തിനാ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നത്?
ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ബോഷ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ കൊലപാതകം ചെയ്യുന്നു. എവിടെ? മുഖത്ത് നോക്കി വിളിക്കണമെന്നില്ല. ഹൃദയത്തിൽ അവനൊരു പൊട്ടനാണെന്ന് വിചാരിക്കുന്നത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ദൈവം വെറുക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് അച്ഛൻ അവസാനിപ്പിക്കും. അതായത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും അവിടത്തെ നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ നമ്മൾ ചെയ്യില്ല. എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട് 13-ാം അധ്യായത്തിൽ. ആരുടെ കഥയാണത്? സൂസന്ന എന്ന് പറയുന്ന ഒരു യുവതിയുടെ കഥ. അവള് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മക്കളുണ്ടോ? അവസാനം പറഞ്ഞിട്ടുണ്ടല്ലേ? യെസ്, സൂസന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് ഉള്ള ഒരു സ്ത്രീ, മക്കളുള്ള ഒരു സ്ത്രീ, ഈ ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീക്ക് ഒരു പ്രലോഭനമുണ്ടായി. എന്ത് പ്രലോഭനമുണ്ടായി? വേറെ പുരുഷന്മാരോട് കൂടെ പാപം ചെയ്യാൻ പ്രലോഭനമുണ്ടായി. പ്രലോഭനമുണ്ടായപ്പോ വെറുതെ പ്രലോഭനമല്ല, ഈ പാപത്തില് നീ ഞങ്ങളുമായി സഹകരിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തൂക്കിക്കൊല്ലും, നിന്നെ ഞങ്ങൾ നാറ്റിച്ച് കൊല്ലും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സൂസന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല, മരിക്കേണ്ടി വന്നാലും. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ ദാനിയേൽ 13:23 കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കർത്താവിനെ നിന്ദിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ അവിടത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാനമായ ഒരു സംഭവമാണ് പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിൽ. പൂർവ്വ ജോസഫ് പറയുന്നത്, ഞാൻ ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെയാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? അപ്പോൾ ഞാൻ പിടിയിലകപ്പെട്ടോട്ടെ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ ഞാൻ ദൈവത്തെ നിന്ദിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആ തീരുമാനം, പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ടുള്ള തീരുമാനമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ, മൂന്നാമത്തെ നാലാമത്തെ കാര്യം. ഒന്ന്, ദൈവപുത്രന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിൽ നീ തീക്ഷ്ണതയുള്ളവനായിരിക്കും. അടുത്തത്, തിരുസഭയുടെ അതിരുകൾ വിശാലമാക്കുന്നതിൽ നീ തീക്ഷ്ണത കാണിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുള്ളതിന്റെ ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അടുത്ത ആഴ്ച നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഹാപ്പി ആണോ? ആണോ? ക്ഷീണിച്ചോ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വചനം പഠിക്കുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിലും തീക്ഷ്ണത കാണിക്കുന്നതിന് കർത്താവ് നന്ദി പറയും. കർത്താവിന് നന്ദി പറയും. നമുക്ക് കൈയടിച്ച് കർത്താവിന് മഹത്വപ്പെടും. നമ്മുടെ ഉള്ളിൽ ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹം ദൈവം നിക്ഷേപിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല. അല്ലേ? അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കൂടോത്രം എടുത്ത് കളയാന്നുള്ളതല്ലല്ലോ, എങ്ങനെ രോഗം മാറാന്നുള്ളതല്ലല്ലോ.
നമ്മൾ എങ്ങനെ പൂർണ്ണത പ്രാപിക്കാം എന്നുള്ളത്. യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങാം.